അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖം, സന്തോഷം, സമാധാനം എല്ലാവർക്കും ഉണ്ടാവട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൾ ബട്ടൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ അമർത്തുക കേട്ടോ. എന്നിട്ട് ചാനലിലോട്ട് കയറുക കേട്ടോ. അപ്പോൾ ഞാൻ മാർക്കറ്റിലോട്ട് പോവാണ് കേട്ടോ. സൺഡേ മാർക്കറ്റ് പറയില്ല, ആ മാർക്കറ്റാണ് കേട്ടോ. ഈ മാർക്കറ്റ് ഒരു തലക്കന്ന് തൊട്ട് ഒരു തലവരെ കുറേ സാധനങ്ങളുണ്ടാവും. ഞാനും വാപ്പാനും അല്ലാത്ത എല്ലാ സാധനങ്ങളും കിട്ടും. ഇന്ന് വളരെ തിരക്ക് കമ്മിയായിരുന്നു. അത് ഹിന്ദുക്കളൊരു പൊങ്കലാണ് കേട്ടോ. അതിൻ്റെ തിരക്ക് കമ്മിയായിട്ട് അധികം ആൾക്കാരും ഇല്ല കേട്ടോ. അപ്പോൾ തിരക്കൊന്നുമില്ലാതെ ഞങ്ങൾക്ക് കുറച്ചായി അങ്ങനെ കട്ടില മീനും കുറച്ച് മത്തി ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ മത്തിക്കൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങി അങ്ങനെ കുറച്ച് സാധനങ്ങളും വാങ്ങി വീട്ടിലോട്ട് വന്നു കേട്ടോ. വീട്ടിൽ വന്ന് അപ്പോഴേക്കും മോനെ എണീച്ചിട്ടുണ്ടായിരുന്നു, മോള് ഉറങ്ങന്നെയായിരുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ മാർക്കറ്റിലോട്ട് പോയി വന്നിക്കാണ് കേട്ടോ. ഒന്ന് സൺഡേ അല്ലേ. അപ്പോൾ അവനിപ്പോൾ ഞങ്ങൾ പോയി തിരിച്ച് വന്നിട്ട് അവനെ എണീറ്റ് നിൽക്കണേ കേട്ടോ. മോളുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഞങ്ങൾ വാതിൽ പുറത്ത് കൂട്ടിയിട്ട് ഞങ്ങൾ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പഞ്ചസാരയും ചിക്കൻ കറിയും ചപ്പാത്തി. ചിക്കൻ കറി എരിവ് ആയ ഓനിക്ക് ഈ പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സിങ് ആക്കി കൊടുക്കുമ്പോൾ അവന് നല്ല ടേസ്റ്റിൽ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ കൊടുക്കണേ. അപ്പം ഇത്രയും നമ്മൾ ഇത്ര സ്നേഹത്തോടെ നോക്കിയ മക്കളൊരു ദിവസം ഇല്ലാണ്ടായാൽ എന്ത് ചെയ്യും? ഇപ്പോഴത്തെ മക്കൾ എന്ന് പറഞ്ഞാൽ 18-20 വയസ്സായ അവർ ഇപ്പോൾ തൂങ്ങിത്തീരുന്നു. ഇപ്പം ഇന്നലെ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ഒരാൺകുട്ടി തൂങ്ങി മരിച്ചിരിക്കുന്നു. അപ്പോൾ ആ അമ്മ ഇത്രയും ലാളിച്ച് സ്നേഹിച്ച് വളർത്തുന്ന മക്കൾ പെട്ടെന്ന് ഒരു നിമിഷം അത് ഈ കാലത്ത് എന്തെങ്ങനെ തൂങ്ങി മരിക്കണമെന്ന് ഒരു ഇതും കിട്ടുന്നില്ല. കാരണം ഞങ്ങൾ നാട്ടിൽ തന്നെ ഇപ്പം അടുത്തടുത്തായിട്ട് മരിച്ചിട്ടേ ഇരിക്കുന്നു തൂങ്ങിയിട്ട്. അത് കല്യാണം കഴിഞ്ഞ് കുട്ടികളും മക്കളും ഉണ്ടായിട്ട് പാരാബ്ദ്യം കൊണ്ട് തൂങ്ങി മരിക്കുക എന്നൊക്കെ പറയുന്നിട്ടുണ്ട്. ഈ ഒന്നുമില്ലാത്ത നല്ല ഒന്നാന്തരം നല്ല ആൺകുട്ടികൾ, ഒന്നിനാത്തരം പോകുന്ന ആൺകുട്ടികൾ തൂങ്ങി മരിക്കണേ എന്തിന്? അതാണ് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. അത് ഈ ലോകത്തിൻ്റെ എന്തിൻ്റെയിലൊക്കെ മരുന്നിൻ്റെ അഡിക്റ്റാണ് ഈ മക്കൾ ഇങ്ങനെ തൂങ്ങി മരിക്കാൻ കാരണം. അത് വളർന്നു വരുന്ന മക്കളല്ലേ. എന്തെങ്കിലും നല്ല മാനസികമായിട്ടുള്ളൊരവസ്ഥ വന്നാൽ മാത്രമല്ലോ നമ്മൾ തൂങ്ങി മരിക്കണേക്ക് കേട്ടെ. ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഒരുപാട് തൂങ്ങി മരണമാണ്, സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കൊണ്ട് മക്കളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം. തൂങ്ങി മരണം ഇപ്പം ഇന്നലെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് തൂങ്ങി മരിച്ചിട്ടുള്ളൂ, എന്താണെന്നറിയില്ല, തൂങ്ങി മരിച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ തുടങ്ങിയ നെഞ്ചിലൊരിതാണ്. ഇപ്പം നാളെ നമ്മളെ മക്കളും അത് ചെയ്യൂലെന്ന് ഇപ്പോഴത്തെ കാലത്ത് ഈ ഒരു സിറ്റുവേഷൻ ചെയ്യൂലെന്നില്ല. എന്തുകൊണ്ടത് ചെയ്യുന്നത് ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്താ ഈ മക്കൾക്ക് പറ്റിയത്, സംഭവിച്ചത്? അതോ മയക്കുമരുന്നിൽ അഡിക്റ്റായിട്ട് അവർ മൈൻഡ് വേറായി മാറുവാണോ? ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പേടിക്കാണ് കേട്ടോ. ആ കുട്ടി മരിച്ചു, തൂങ്ങി മരിച്ചു. എൻ്റെ രക്ഷിതാക്കൾ എങ്ങനെ ആലോചിച്ച് നോക്കി. എന്തിൻ്റെ പേരിൽ വാശി പിടിച്ചിട്ടായാലും തൂങ്ങിത്തീരണ്ട. എന്തിന് തൂങ്ങിത്തീരുന്നു? നമ്മൾ എന്തൊരു ഇത് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ ആൺകുട്ടികൾ തന്നെ അധികം 99% ഈ ആൺകുട്ടികളാണ് മരിക്കണേ. അതാണ് മയക്കുമരുന്നിൻ്റെ അഡിക്റ്റ് ആയിട്ടുണ്ടോയെന്ന് മനുഷ്യന്മാരൊക്കെ ചിന്തിക്കണം. അതാണ് നമ്മളെ മക്കൾ ഇങ്ങനത്തെ ഒരു നിലയിലാകുന്ന ഇത് ഭയങ്കര വല്ലാത്തൊരു ഏത് നിമിഷം നമുക്കും സംഭവിക്കാറില്ല നിലയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഓരോ രക്ഷിതാക്കളോടും പറയാം, നമ്മളെ മക്കൾ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കണ്ണോലെ കണ്ടാലും അവർക്ക് സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ നമ്മൾ നിൽക്കണം. അവരെ അടിച്ചു താഴ്ത്താനോ തകർക്കാനോ നമ്മൾ നിൽക്കരുതേ. ഇപ്പോൾ അവരെ ഒരു കാലമാണിപ്പോൾ, നമ്മളെ കാലമല്ല. നമ്മൾ താഴ്ന്നു കൊടുത്ത് ജീവിച്ചങ്ങ് പോവുക. വഴക്കും വാശിയും നമ്മളെക്കൊണ്ട് സാധിക്കാൻ പറ്റുന്നുണ്ട് എങ്ങനെയെങ്കിലും സാധിക്കുക. അവരെ ഇഷ്ടത്തോടെ സാധിക്കുക. അവർ നമ്മളോട് വൈബ്രേഷനായിട്ട് ദേഷ്യം കാണിക്കുകയാണെങ്കിലും നമ്മൾ അവരെ ഇഷ്ടത്തിനും താളത്തിനും തുള്ളി നമ്മൾ പോവട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾ നമ്മളെ കൈവിട്ട് പോവുകയാണ് ഇപ്പോൾ. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു രക്ഷിതാക്കൾക്കും അറിയില്ല. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ മക്കൾ പെട്ടെന്ന്, അതും ഒന്നിനാത്തരം പോന്ന് എല്ലാതും കഴിഞ്ഞ് ജോലിക്ക് പോയി അധ്വാനിച്ച് കൊടുന്ന് ഒരു നല്ലൊരു കല്യാണം ചെയ്ത് ജീവിക്കേണ്ട പ്രായമാകുമ്പോഴേക്കാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വിഷമം ഒരു രക്ഷിതാവിനും താങ്ങാൻ പറ്റിയതല്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്, എങ്ങനെ നോക്കണം, എങ്ങനെ നോക്കിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും കേട്ടോ. ഇപ്പം അടുത്ത് ഞങ്ങൾ തൊട്ടപ്പുറത്തന്നെ ഒരു ചേച്ചിയുടെ മോനും ഇതേമാതിരി തന്നെ ഇപ്പോൾ ഇന്നലെ ഒന്ന് മരിച്ചിരിക്കണ്. അതിൻ്റെ കുറച്ച് കഴിഞ്ഞ വർഷം അതിൻ്റെ മേലത്തെ വർഷം തൊട്ട് വീടിൻ്റെ മരിച്ചിരിക്കണ്. വാഴക്കിട്ടിട്ട്
എന്തിൻ്റെ പേരിൽ വഴക്കിടുന്നു? ഫ്രണ്ട്സുകളൊക്കെ ചുറ്റിക്കറങ്ങി വന്ന് വഴക്കിട്ടിട്ട് വാശി പിടിച്ചിട്ട് തിന്നാതെ കുടിച്ചാതെ തല്ലുകൂടി വഴക്കിട്ടിട്ട് എഴുതിയിരുന്നു. എന്ത് കാലം! ഈ കാലത്തിൻ്റെ പോക്ക്. പണ്ട് കാലത്തൊന്നും ഇങ്ങനെയല്ല കേട്ടോ. കുഞ്ഞു മക്കളൊന്നും തൂങ്ങിത്തീരുന്നില്ല കേട്ടോ. കുടുംബം കുട്ടികളായിട്ട് ജീവിച്ചു പോകാൻ പറ്റാത്തവരാണ് തൂങ്ങിത്തീർന്നിട്ടുണ്ടായിരുന്നത്. അതും ഒന്നോ രണ്ടോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഞങ്ങളെ പരിസരം മൊത്തം മരണ. അതും ഒന്നിനാത്തരം പോകുന്ന കല്യാണം കഴിക്കാത്ത മക്കള് എന്തുകൊണ്ട് മരിക്കണു? നാളെ നമ്മളെ മക്കളും അങ്ങനെ വരൂലെന്ന് എന്താണ് ലൈഫ്? ഒന്നും മനസ്സിലാകുന്നില്ല. എല്ലാ രക്ഷിതാക്കളും കെയർഫുൾ ആയിട്ട് ഇരിക്കുക. മക്കളോട് വാശി പിടിക്കണ്ട, വഴക്ക് കൂടണ്ട. അവരെന്ത് പറയണോ അതിന് താളത്തിന് തുള്ളുക. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ മണ്ണോടടിയും. അവർക്കറിയില്ല മണ്ണോടടിഞ്ഞ അവിടെ എന്താണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഇതിനേക്കായി മോശമാണെന്നും അവർക്ക് അറിയില്ല. അവർ വളർന്നു വരുന്നതും എന്തിനഡിക്റ്റ് ആയിട്ടുള്ള സ്വഭാവമാണെന്നുള്ളതും അവർക്ക് ഒന്നും ഇതാവാനില്ല, മെയിൻറ്റില്ല സത്യം പറഞ്ഞാൽ. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ മക്കള്. അപ്പം എല്ലാ മാതാപിതാക്കളും മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ ഒരു മോനിപ്പോൾ ഉണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അവനും ഇങ്ങനെ വാശിയൊക്കെ പിടിക്കുന്നുണ്ട്, മനസ്സിലേക്ക് വിങ്ങലുണ്ട്, എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിയുണ്ട്. എല്ലാ പേടിയുണ്ട് കേട്ടോ. 18 വയസ്സായ മക്കളാണ് ഇപ്പോൾ ചെയ്യണത്. അതുകൊണ്ടാണ് കേട്ടോ പേടി. എൻ്റെ മകനത് ചെയ്യൂല, എൻ്റെ മകനത് ഇതാവൂല എന്ന് ആരും അഹങ്കാരത്തോടെ ഇരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സേഫായിട്ട് കയ്യിൽ മുറുക്കി പിടിക്കുക. റബ്ബേ, നാളെ ഒന്നും നമ്മളെ മക്കൾക്ക് വരാതിരിക്കട്ടെ എന്ന് പഠിച്ചവനോടും പ്രാർത്ഥിക്കുക. എല്ലാ രക്ഷിതാക്കളോടും അതാ പറയുന്നത്, പഠിച്ചവനോടും പ്രാർത്ഥിക്കുക. എൻ്റെ മോൻ്റെ ക്ലാസ്സിൽ പഠിക്കണേ 2022 മോൻ്റെ ക്ലാസ്സിൽ ഒരുമിച്ച് കിടക്കണേ നല്ല കൂട്ടിലെ ഫ്രണ്ട്സ്, അതും തൂങ്ങി മരിച്ചു. അതും എവിടെ പോയിട്ട് തൂങ്ങി മരിച്ചു? പെരിന്തമണ്ണ പോയിട്ട് ഒരു ആരുമില്ലാത്തൊരു ബിൽഡിങ്ങിൽ തൂങ്ങി മരിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടങ്ങനെ തൂങ്ങി മരിച്ചു? ആരും അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടില്ല. എന്താണ് എൻ്റെ പ്രശ്നം? ഓരോരോ മരണങ്ങൾ ഓരോരോ നാട്ടിൽ കൂടിയല്ല, ഞങ്ങളെ നാട്ടിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മരണങ്ങൾ മരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇന്നത്തെ വരെ ആരും കണ്ടുപിടിക്കണമില്ല, അറിയണമില്ല. എന്തുകൊണ്ട്? അവരെ മക്കൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അത് കണ്ടുപിടിക്കാൻ. ഇതിന് അഡിക്റ്റായി കഴിഞ്ഞാൽ, മരുന്നിന് അഡിക്റ്റായി കഴിഞ്ഞാൽ നമ്മളെ മക്കളെ നമുക്ക് ഒരിക്കലും തിരിച്ച് ജീവിതത്തിലോട്ട് കിട്ടൂല. ഇപ്പോൾ അത് യൂസ് ചെയ്യാത്തവരാരുമില്ല. മാന്യന്മാരായി ഞങ്ങളെ നാട്ടിൽ കൂടി നടക്കുന്ന ആൾക്കാർ തന്നെ അതിന് കച്ചവടം ചെയ്യുന്നത്. എന്ത് ചെയ്യുക? പഠിച്ചോൻ കേൾക്കട്ടെ എല്ലാവരും. അല്ല, പഠിച്ചോനിലേക്ക് വിട്ട് നമ്മളെ മക്കളെ ആയുസ്സും ആരോഗ്യം നമ്മൾ പഠിച്ചവനോട് ചോദിച്ച് അങ്ങനെ ഇരിക്കുക. മനസ്സിൽ തീയാന്നല്ല. മരിച്ചത് കേട്ടു, തൂങ്ങി മരിച്ചത് കേട്ടു എന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ തീയാണ്. എനിക്കുണ്ട് മകനെ. ഞാൻ ഇന്നലെ കിടക്കുമ്പോൾ കരഞ്ഞിരിക്കുമ്പോൾ എനിക്ക് വേറെ ടൈമിലൊന്നും ഒഴിവില്ലേലും കിടക്കുന്ന നേരത്തെ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് പഠിച്ചവനോട് നിങ്ങൾ പറഞ്ഞോളി. നാളെ നമ്മളെ മക്കൾ ഇങ്ങനെ തൂങ്ങി നിൽക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തിൻ്റെയും മരുന്നിൻ്റെ അടുത്ത് ചെന്ന് ചേരൂല എന്ന് പറയാൻ പറ്റില്ല. പ്രാർത്ഥിച്ചോളിന്ന് പറഞ്ഞ് പഠിച്ചവനോട് പ്രാർത്ഥിക്കണം, അത്ര തന്നെ. ഇനി എല്ലാം പഠിച്ചവൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ അങ്ങ് വിട്ടുകൊടുക്കുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് മക്കളെ, നമ്മളെ മക്കളെ നമ്മൾ കാത്ത് രക്ഷിക്കുക. അതേമാതിരി പെൺമക്കളുണ്ടെങ്കിൽ അവർ ഓടിപ്പോകാൻ. കാരണം വീട്ടിൽ നിന്ന് നല്ല സ്ട്രിക്റ്റായിട്ട് നിന്നാൽ ആ വീട്ടിൽ നിന്ന് കുട്ടികൾ അങ്ങനെ പോകും കേട്ടോ. സ്ട്രിക്റ്റായിട്ട് നിൽക്കരുത്. അവരെ ഇഷ്ടത്തിനും താളത്തിനും തുള്ളി നിന്നാൽ ആ കുട്ടികൾ നമ്മളെ വാക്ക് കേൾക്കാതെ എങ്ങും പോകില്ല. അതും കൂടി രക്ഷിതാക്കളോട് ഞാൻ പറയുകയാണ്. ഫോണിനായാലും ഉമ്മാൻ്റെ ഫോണിൽ നിന്ന് അവൻ്റെ ഫ്രണ്ട്സിനാണ് വിളിച്ചിട്ട് കാമുകനിക്ക് വിളിക്കുകയാണെങ്കിൽ കൊടുത്തേക്കണം. എവിടെ പോകും നമ്മളറിയാതെ നമ്മളെ ഫോണ് പോകില്ലല്ലോ. അപ്പം നമ്മളെ ഫോണിൽ അവർ സംസാരിക്കുകയാണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളറിയും. എല്ലാം അറിയാതെ നമ്മൾ ഫോൺ കൊടുക്കാതെ അറിയാതെ തന്നെ വേറെ എവിടെയെങ്കിലും പോയിട്ട് ചെയ്യുന്നതെന്ന് എന്താ ഉറപ്പ്? അപ്പം നമ്മൾ അറിഞ്ഞെങ്ങാണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തെങ്ങാണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ മക്കളെ നമ്മളെ കയ്യിൻ്റെ ഉള്ളിലേ ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളെ നമുക്ക് ഒരിക്കലും കിട്ടൂല. അതും കൂടി നിങ്ങളോട് പറയാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ടോ കണ്ടോ, പഞ്ചസാരയും ചിക്കനൊക്കെ ബാക്കിയായി. അങ്ങനെ നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞാൽ സംസാരിച്ചിട്ടേ ഇരിക്കും. എനിക്കങ്ങനെയാണ്. സംസാരം കേട്ട് വയലൻ്റ് ആയിട്ടുണ്ടാവും. എന്നാലും കുറച്ചൊക്കെ ഞാൻ പറയുന്നു, നിങ്ങളൊന്ന് കേൾക്കട്ടോ മക്കളെ. നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടോ. അപ്പം നമുക്ക് കുക്കിങ് ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ എൻ്റെ ഫുഡും കഴിഞ്ഞു. അപ്പം അങ്ങനെ കുക്കിങ് ചെയ്യാൻ പോവാണ്. മീൻകറിയൊക്കെ വെച്ചാൽ 2 ദിവസം കൂടി. മീൻകറി 2ാമത്തെ ദിവസമാണ് ടേസ്റ്റ് കൂടുക. അപ്പോൾ ഞായറാഴ്ച വെക്കുന്ന മീൻകറി തിങ്കളാഴ്ച കൂടി ഉണ്ടാവുന്ന അപ്പോൾ നിങ്ങളോട് പറയണത്. പൊന്നൂസേ
എന്തൊരു ഉറക്കാണ്? പനി മാറിയോ? പനി മാറിയോ? ഭയങ്കര പനി മൂക്ക്. ഇന്ന് സൺഡേ ആണ്. സൺഡേ ആകുമ്പോൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു. ഭയങ്കര പനി. കഴിഞ്ഞ ആഴ്ച ഇക്കത് ഉയർന്നിട്ടുണ്ടാവുന്ന തോന്നുന്നേ. കാരണം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ എഡ്യൂമിഷനിൽ പോയി തിരിച്ചു വന്ന് ഈ ആഴ്ച പോകാമെന്ന് പറഞ്ഞതല്ലേ. ഒരു ഞായറാഴ്ച ആയ കുറേ പൈസ പൊട്ടുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇക്കാക്ക്. അപ്പോൾ അത് കാരണം എന്താണെന്നറിയില്ല, മോൾക്ക് പനിയാണ്. അവൾ കുറച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യം പോക്കാണ് കേട്ടോ. ഒന്നും അവിടെ ഇല്ല. നമ്മൾ ഈ വീട്ടിൽ അങ്ങനെ ഒതുങ്ങിയിരിക്കുക. ഓരോരോ സൺഡേ ഇങ്ങനെ പാടിപ്പോകും. എന്ത് ചെയ്യാം. പിന്നെ അതുമില്ല കേട്ടോ, 10ാം ക്ലാസ് പൊങ്കൽ ലീവ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും. നല്ല തിരക്കുണ്ട്, അടിപൊളിയായിരിക്കും. പക്ഷെ എന്ത് ചെയ്യാം, പോകാൻ പറ്റുന്നില്ലല്ലോ. എൻ്റെ മീൻകറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് മീൻകറി ഞാൻ സെറ്റാക്കി അത് വീഡിയോസിലൊന്നും കാട്ടിയില്ല. അതങ്ങനെ മീൻ പൊരിക്കും ചെയ്തു. അങ്ങനെ മീനും മീൻകറിയൊക്കെ സെറ്റായി. ഇന്ന് സ്പെഷ്യൽ ഇതാണ് കേട്ടോ. നല്ല മീൻ പൊരിച്ചതും നല്ല തേങ്ങ നല്ല മീൻകറിയും കേട്ടോ. അതും കൂട്ടി ഒരു പിടി പിടിക്കുക. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ ഒരു സ്പെഷ്യലാണോ? നിങ്ങൾക്കൊക്കെ തന്നൊരു സ്പെഷ്യലല്ലേ? നമുക്കതൊരു സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതും കൂട്ടി ഒരു പിടി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീണ്ടും കാണാം. ബൈ.